ഹലോ കൂട്ടുകാരെ, നിങ്ങൾക്ക് എല്ലാവർക്കും സുഖമായി സന്തോഷമായി ഇരിക്കുകയാണെന്ന് വിചാരിക്കുന്നു. മറ്റൊരു വീഡിയോയുമായി ഞാൻ ഇന്ന് നിങ്ങളുടെ മുന്നിൽ എത്തിയിരിക്കുകയാണ്. ഇന്ന് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇന്നത്തെ പരിസ്ഥിതികളിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണത് സെൽഫ് ലവ്. നിങ്ങൾ ഇതിനെക്കുറിച്ച് വായിച്ചിട്ടുണ്ടാവാം, വീഡിയോസ് കണ്ടിട്ടുണ്ടാവും, പക്ഷെ നിങ്ങളെല്ലാവരും ഇത് പ്രാക്ടീസ് ചെയ്യുന്നുണ്ടോ? അതാണ് ഏറ്റവും വലിയ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം ഇവിടെ. അപ്പോൾ സെൽഫ് ലവ് എന്ന് വെച്ചാൽ എന്താണ്? നമ്മളെ സ്നേഹിക്കുക, അല്ലേ? കാരണം നമ്മളെല്ലാവരും ഈശ്വരൻ്റെ ഭയങ്കര യുണീക്ക് ക്രിയേഷൻസ് ആണ്. അപ്പം നമ്മളിൽ കുറ്റം കാണുകയാണെങ്കിൽ, അതായത് നമ്മുടെ സൃഷ്ടാവിനെ, നമ്മുടെ ക്രിയേറ്ററിനെ നമ്മൾ പൂജിക്കുന്നതിന് തുല്യമാണ്. ഓക്കെ, എല്ലാവരിലും നല്ല വിത്തുകൾ ഉണ്ട്. അത് നമ്മൾ മനസ്സിലാക്കി നമ്മളെ സ്വയം പ്രോത്സാഹിപ്പിക്കുക. ഓക്കെ, മറ്റുള്ളവർ എന്ത് വേണമെങ്കിലും പറഞ്ഞോട്ടെ നമ്മളെ കുറിച്ചിട്ട്. ഓക്കെ, യൂഷ്വലി ഈ സെൽഫ് ലവിൻ്റെ കോൺസെപ്റ്റ് ഫോം ആവുന്നത് 0 to 10 ഇയേഴ്സിൻ്റെ ഇടയിലാണ്. ഓക്കെ, ഓർ മോസ്റ്റ്ലി 3 to 10 ഇയേഴ്സ്. കാരണം 3 ഇയേഴ്സ് വരെ എല്ലാവരും കൊഞ്ചിച്ചുകൊണ്ട് നടക്കും, കുട്ടികളെ ഭയങ്കരമായിട്ട് സ്നേഹിക്കുന്ന ഒരു അവസ്ഥയാണ്. പിന്നെ അവർ മെല്ലെ സ്കൂളിൽ പോകാൻ തുടങ്ങുമ്പോഴാണ് അവരുടെ ടാലൻസ് എന്താണ്, അവരുടെ കേപ്പബിലിറ്റീസ് എന്താണ്, കമ്പാരിസൺസ് അതെല്ലാം മെല്ലെ മെല്ലെ ഫോം ആവാൻ തുടങ്ങും. അപ്പോഴാണ് കുട്ടികൾക്ക് ചെറിയൊരു സെൽഫ് കോൺഫിഡൻസിൻ്റെ പ്രശ്നം, ഓക്കെ, അവർ വേദിയല്ല എന്ന ഒരു തോന്നൽ, അത് സിമെൻ്റ് ആവുകയാണ്. ഓക്കെ, 8 ഇയേഴ്സിനുള്ളിൽ അല്ലെങ്കിൽ 10 ഇയേഴ്സിനുള്ളിൽ അത് സിമെൻ്റ് ആയി കഴിഞ്ഞാൽ അത് ജീവിതകാലം മുഴുവൻ നമ്മുടെ കൂടെ ഉണ്ടാവും, നമ്മൾ അതിനെ കറക്റ്റായിട്ട് അഡ്രസ്സ് ചെയ്തിട്ടില്ലെങ്കിൽ. അപ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് സെൽഫ് ലവ് പ്രാക്ടീസ് ചെയ്യാന്ന് വെച്ചാൽ. കാരണം സെൽഫ് ലവ് ഇല്ലാത്തവർക്ക് മനസ്സിൽ ഭയങ്കര സങ്കടം, ദേഷ്യം, വിദ്വേഷം, ഓക്കെ, റിവെഞ്ച് എടുക്കാനുള്ള ടെൻഡൻസി, അതെല്ലാം അധികം. ഏറ്റവും കൂടുതൽ എന്താണെന്ന് വെച്ചാൽ അവരുടെ മനസ്സ് ഭയങ്കര വിഷാദവും ഭയങ്കര ഡിസ്റ്റർബ്ഡ് ആയിരിക്കും. അവർക്ക് ഒരിക്കലും അവരെ കുറിച്ച് നല്ലത് പറയാനുണ്ടാവില്ല. വളരെ ആങ്സൈറ്റി ആയിരിക്കും എപ്പോഴും, എന്തിനെക്കുറിച്ചും ഒരു സെൽഫ് ഡൗട്ട്, ഒരു കോൺഫിഡൻസ് കുറവ്. അപ്പോൾ പല പല ഘട്ടങ്ങളിലായിട്ട് അത് അവർക്ക് ഫീൽ ചെയ്യേണ്ടി വരും, അത് ഫേസ് ചെയ്യേണ്ടി വരും. ഓക്കെ, അപ്പോൾ സെൽഫ് ലവിനെ കറക്റ്റായിട്ട് നമ്മൾ മനസ്സിലാക്കി അത് പ്രാക്ടീസ് ചെയ്യേണ്ടത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ അധികം ആരും സംസാരിക്കാത്ത ഒരു ഏരിയയാണ് ട്രസ്റ്റ്. സെൽഫ് ലവിൻ്റെ ഫൗണ്ടേഷൻ എന്താണെന്ന് വെച്ചാൽ ട്രസ്റ്റ്. ഓക്കെ, അത് നമ്മളിൽ ഉണ്ടാവുന്ന ട്രസ്റ്റാണ്, വേറെ ആരുടെയും മേലിലുള്ള ട്രസ്റ്റ് അല്ല, വിശ്വാസം. ഓക്കെ, നമുക്ക് നമ്മുടെ മേലെ എത്ര വിശ്വാസമുണ്ട്. ഇപ്പോൾ ഒരു കാര്യം ഏറ്റെടുത്തു കഴിഞ്ഞാൽ അത് നമ്മൾ 100% കറക്റ്റായിട്ട് ചെയ്യുന്നുള്ള ഒരു വിശ്വാസം നിങ്ങൾക്ക് നിങ്ങളിലുണ്ടോ? ഓക്കെ, മറ്റുള്ളവർക്ക് ചെയ്തു കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യമല്ല ഞാൻ പറയണം. ഫോർ എക്സാമ്പിൾ, ഞാൻ എപ്പോഴും 6 മണിക്ക് എണീക്കുന്ന വ്യക്തിയാണെന്ന് വിചാരിക്കുക. അപ്പം നാളെ തൊട്ടിട്ട് എനിക്കൊരു 4:45 അല്ലെങ്കിൽ 5 മണിക്ക് എണീക്കണം. ഓക്കെ, 1 മണിക്കൂർ നേരത്തെ അലാം വെച്ച് എണീക്കാനുള്ള പ്ലാനൊക്കെ നടത്തി. പക്ഷെ എന്തോ കാര്യം കൊണ്ട് എനിക്ക് രാത്രി വളരെ ലേറ്റായി, കിടക്കാൻ 11:30 കഴിഞ്ഞു. അപ്പോൾ എനിക്ക് രാവിലെ 5 മണിക്ക് അലാം അടിച്ചിട്ടും യുനോ എണീക്കാൻ പറ്റാത്തൊരവസ്ഥയാണ്, വളരെ ക്ഷീണം. അപ്പോൾ ഞാൻ പിന്നെയും അലാം സ്വിച്ച് ഓഫ് ആക്കിയിട്ട് ഇറങ്ങും. അപ്പോൾ തലേ ദിവസം ഞാൻ എന്നോട് പ്രോമിസ് ചെയ്തിരുന്നു, നാളെ തൊട്ട് ഞാൻ എന്തായാലും 5 മണിക്ക് എണീക്കും. പക്ഷേ ഞാൻ ആ പ്രോമിസ് അവിടെ നിറവേറ്റുന്നുണ്ടോ? ഇല്ല, ഞാൻ ആ പ്രോമിസ് ബ്രേക്ക് ചെയ്യണം. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ്? എന്നെ വിശ്വസിക്കാൻ കൊള്ളില്ല, അല്ലേ? നമ്മളിപ്പോൾ ഒരു ഫ്രണ്ടിനെ മീറ്റ് ചെയ്യാൻ സാറ്റർഡേ 2 മണിക്ക് ഞാൻ എന്തായാലും ഉണ്ടാവും, റെസ്റ്റോറൻറ്റിൽ കാണാമെന്നൊക്കെ പറഞ്ഞ് ഫിക്സ് ചെയ്തു. 2 മണിക്ക് ആ ഫ്രണ്ട് എത്തിയില്ല, നമുക്ക് വളരെ വിഷമാവില്ലേ? അപ്പോൾ നമ്മളെന്താ വിചാരിക്കുക, എനിക്കൊരു മെസ്സേജ് പോലും തന്നില്ല, കോൾ പോലും തന്നില്ല, ഞാൻ ഇവിടെ വന്നിട്ട് 1/2 മണിക്കൂർ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ഇവനെ അല്ലെങ്കിൽ ഇവളെ വിശ്വസിക്കാൻ കൊള്ളില്ല. ഓക്കെ, ഇനി നെക്സ്റ്റ് ടൈം അങ്ങനെ പ്ലാൻ ഉണ്ടാക്കുകയാണെങ്കിൽ ഞാനും വരാൻ പോകുന്നില്ല. അങ്ങനെ ഒരു ബിലീഫ് സിസ്റ്റം നമ്മൾ ഫോം ചെയ്തെടുക്കുകയാണ്. അതേ തന്നെയാണ് നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിൽ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, എന്നെ വിശ്വസിക്കാൻ കൊള്ളില്ല, കാരണം ഞാൻ എൻ്റെ പ്രോമിസസ് വെക്കാറില്ല. ഇതുപോലെയാണ് എല്ലാവരും ഒരു പുതിയ ഹാബിറ്റ്, ന്യൂ ഇയറിൻ്റെ സമയത്ത് നമ്മൾ കുറേ റെസൊല്യൂഷൻസ് എടുക്കുന്നു, പുതിയ ഹാബിറ്റ് ഫോം ചെയ്യുന്നു, ഡയറ്റ് കൺട്രോൾ ചെയ്യാൻ പോകുന്നു, സ്വീറ്റ്സ് കഴിക്കില്ല, എക്സസൈസ് ചെയ്യാൻ പോകണു, അങ്ങനെ പല പല വാഗ്ദാനങ്ങൾ നമ്മൾ നമ്മുടെ അടുത്ത് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷെ അത് നമ്മൾ ഫോളോ ചെയ്യുന്നുണ്ടോ? അതിലാണ് ഇമ്പോർട്ടൻസ്. അത് നമ്മൾ ഫോളോ ചെയ്യുകയാണെങ്കിൽ നമ്മളത് സബ് കോൺഷ്യസ് മൈൻഡിന് അത് ബിലീഫ് സിസ്റ്റം ഉണ്ടാക്കി കൊടുക്കണം. അപ്പോൾ എന്താണ് ഒരു ഹാബിറ്റ് ഫോം ചെയ്യുമ്പോൾ ഏറ്റവും നല്ല കാര്യം, ഞാനിപ്പോൾ 6 മണിക്ക് നിന്ന് 5 മണിക്ക് ഒരു ദിവസം കൊണ്ട് ഷിഫ്റ്റ് ചെയ്ത് ഒരു 15 മിനിറ്റ്സ് നേരത്തെ എണീക്കുന്നു. ഓക്കെ,
5:45 എണീക്കുന്നു, നെക്സ്റ്റ് വീക്ക് 5:30 ആക്കുന്നു, 5:15 ആക്കുന്നു. അങ്ങനെ മെല്ലെ 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 സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ഒരു ഹാബിറ്റ് ഫോം ചെയ്യാം. അത് നമ്മുടെ സെൽഫ് ലവിനെ കൂട്ടും, നമ്മുടെ സെൽഫ് വർത്തിനെ കൂട്ടും. അതായത് നമ്മളെ വിശ്വസിക്കാൻ പറ്റുന്ന വ്യക്തിയാണ്. ഓക്കെ, നമ്മളെ ഉറച്ച് വിശ്വസിക്കാൻ നമുക്ക് പറ്റും. നമ്മളോട് ഉണ്ടാക്കുന്ന പ്രോമിസസ്, നമ്മളോട് ഉണ്ടാക്കുന്ന വാഗ്ദാനങ്ങൾ നമ്മൾ നിറവേറ്റുകയാണെങ്കിൽ അത് സബ് കോൺഷ്യസിൽ ഭയങ്കര ഒരു സ്ട്രോങ് ബിലീഫ് സിസ്റ്റമാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിനോട് കോൺഫിഡൻസ് കൂടും, നമ്മുടെ സെൽഫ് വർത്ത് കൂടും, നമ്മുടെ സെൽഫ് ലവ് കൂടും. ഓക്കെ, അതാണ് ഒരു ആസ്പെക്റ്റ്. വേറൊരു ആസ്പെക്റ്റ് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഉള്ളിലെല്ലാവരുടെയും ഒരു ഇന്നർ ചൈൽഡ് ഉണ്ട്, ഒരു കുഞ്ഞ് മനസ്സുണ്ട്. ഓക്കെ, അതാണ് ഞാൻ ഈ 10 ഇയേഴ്സിനുള്ളിൽ ഫോം ആയ മനസ്സിനെ കുറിച്ച് പറഞ്ഞത്. ആ മനസ്സിൽ കുറേ മുറിവുകൾ ഏറ്റിട്ടുണ്ട്. ഓക്കെ, ടീച്ചേഴ്സിൻ്റെ നിന്ന്, സൊസൈറ്റിൻ്റെ നിന്ന്, ഫ്രണ്ട്സിൻ്റെ നിന്ന്, നമുക്ക് പലർക്കും പല അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടാവും. ഓക്കെ, അപ്പോൾ അത് അവിടെ ഒരു സിമെൻറ്റ് ചെയ്ത് കിടക്കുകയാണ്. അപ്പോൾ ആ ഇന്നർ ചൈൽഡിനെ നമ്മൾ ഉണർത്തുക. ഓക്കെ, അതിന് ബെസ്റ്റ് കാര്യം നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ കണ്ണാടിയുടെ മുന്നിൽ പോയിട്ട് സംസാരിക്കാൻ തുടങ്ങുക. നിങ്ങളുടെ കണ്ണിൽ നോക്കിയിട്ട്. ഓക്കെ, കാരണം കണ്ണിൽ നോക്കുന്നത് നമ്മുടെ നേരെ ആത്മാവിലേക്ക് തൊടുന്നത് പോലെയാണ്. ഓക്കെ, അപ്പോൾ ആ ആത്മാവിലേക്ക് നോക്കി നമ്മൾ സംസാരിക്കുക, ആ ഇന്നർ ചൈൽഡിനെ തൊട്ടുണർത്തി വിളിക്കുക. ഓക്കെ, ഫോർ എക്സാമ്പിൾ ഞാനിപ്പോൾ കണ്ണാടിയുടെ മുന്നിൽ പോയിട്ട് സംസാരിക്കുകയാണ്. ഓക്കെ, വീണ, നമുക്ക് പല മുറിവുകളും ഏറ്റിട്ടുണ്ട് ചെറുതായിരിക്കുമ്പോൾ. പോട്ടെ, സാരില്ല, കുഴപ്പമില്ല. ഓക്കെ, അവർ വേണം വെച്ച് പറഞ്ഞതല്ല, അല്ലെങ്കിൽ അവർ വേണം വെച്ച് വഴക്ക് പറഞ്ഞതല്ല. അവരുടെ ആ സമയത്ത് ഡിസിപ്ലിനിങ് വേറൊരു രീതിയിലായിരുന്നു, അപ്പോൾ പറഞ്ഞ് മനസ്സിലാക്കാൻ വേണ്ടി അങ്ങനെ പറഞ്ഞതാണ്. അല്ലെങ്കിൽ അവർ ഡിസ്റ്റർബ്ഡ് ആയിരുന്നു, അപ്പോൾ അത് അങ്ങനെയൊക്കെ ഒരു കടുത്ത വാക്കുകൾ ഉപയോഗിക്കേണ്ടി വന്നു. പോട്ടെ, സാരില്ല. അപ്പോൾ ദാറ്റ് ഡസൻറ്റ് മീൻ വീണ ഒന്നിലും കുറവാണെന്ന് ഒരിക്കലും വിചാരിക്കരുത്. ഓക്കെ, യു ആർ ദ ബെസ്റ്റ്. നമ്മളോട് സംസാരിക്കുക. ഓക്കെ, അപ്പോൾ നമ്മുടെ പേര് അഡ്രസ്സ് ചെയ്ത് സംസാരിക്കുക. ആദ്യം വിചാരിക്കും ഇതെന്ത് ഭ്രാന്താണെന്ന്. അല്ല, ഇത് വളരെ എഫക്റ്റായിട്ടുള്ള ഒരു ടെക്നിക്കാണ്, മിറർ ടെക്നിക്ക്. ഓക്കെ, എല്ലാവരും പേഴ്സണാലിറ്റി ഡെവലപ്മെൻറ്റ് ഫീൽഡിലുള്ളവരെല്ലാവരും പ്രാക്ടീസ് ചെയ്യുന്നതാണ്. സ്വയം അപ്രീഷിയേറ്റ് ചെയ്യുക. നിങ്ങൾ മറ്റുള്ളവരിൽ നിന്നും കേൾക്കാൻ ആഗ്രഹിക്കുന്ന വാചകങ്ങൾ, ഓക്കെ, അത് നിങ്ങളോട് പറയുക. ആ ഇന്നർ ചൈൽഡിനോട് പറയുക അതൊരു സേഫ് സ്പേസാണ്. ഓക്കെ, യു ക്യാൻ ഷെയർ എനിത്തിങ്. ഓക്കെ, ഇറ്റ് ഈസ് പെർഫെക്റ്റ്ലി ഫൈൻ. യാതൊരു പ്രശ്നവും ഇല്ല. എവറിത്തിങ് ഈസ് പെർഫെക്റ്റ്ലി ഫൈൻ അറൗണ്ട് യു എന്ന് നിങ്ങൾ ആ കോൺഫിഡൻസ് ഇന്നർ ചൈൽഡിനോട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മളോട് വളരെ എൻകറേജിങ് ആയിട്ട്, മോട്ടിവേറ്റിംഗ് ആയിട്ട്, ഇൻസ്പിറേഷണലായിട്ട് സംസാരിക്കുക. നമ്മളെ ഒരു ചെറിയ ചെറിയ കാര്യങ്ങളും നമ്മൾ പ്രോത്സാഹിപ്പിക്കുക. ഓക്കെ, ഇന്ന് നമുക്ക് ഇതെല്ലാം ചെയ്യാൻ പറ്റി, സമയം ഉണ്ടായിരുന്നില്ല എങ്കിലും നീ ഫ്രണ്ടിന് വേണ്ടി ടൈം ഉണ്ടാക്കി അവരുടെ പ്രശ്നങ്ങൾക്ക് സൊല്യൂഷൻ ഉണ്ടാക്കാൻ പോയി. വളരെ നല്ലൊരു കാര്യമാണ്. കുട്ടികളുടെ കൂടെ പഠിക്കാൻ സമയം കണ്ടെത്തി അവരെ വഴക്ക് പറയാതെ അവരുടെ നേരായ വഴിയിൽ ഡയറക്റ്റ് ചെയ്യാൻ പറ്റി. അങ്ങനെ പല പല കാര്യങ്ങൾ നിങ്ങൾ ദിവസം തോറും ചെയ്തത്. രാത്രി കിടക്കാൻ പോണതിന് മുന്നിൽ കണ്ണാടി നോക്കി സംസാരിച്ച് പ്രോത്സാഹിപ്പിക്കുക. ആൻഡ് ഫീൽ വർത്തി ഓഫ് യുവർ സെൽഫ്. ഓക്കെ, വേറെ ആരുടെയും നിന്നും ആ വർത്തിനെസ്, മറ്റുള്ളവരല്ല നമ്മുടെ വർത്തിനെസ് ഡിസൈഡ് ചെയ്യുന്നത്. ഓക്കെ, നിങ്ങളുടെ സാലറി അല്ല നിങ്ങളുടെ വർത്തിനെസ് ഡിസൈഡ് ചെയ്യുന്നത്. ഈ ലോകത്തിൽ നമ്മൾ ജനിച്ചിട്ടുണ്ടെങ്കിൽ, ഈ ഭൂമിയിൽ നമ്മൾ ജനിച്ചിട്ടുണ്ടെങ്കിൽ ദൈവം എല്ലാവരെയും ഒരേപോലെയാണ് കാണുന്നത്. ഓക്കെ, എല്ലാവരും ദൈവത്തിൻ്റെ കുഞ്ഞുങ്ങളാണ്. അപ്പോൾ ഒരു അമ്മ 2-3 കുട്ടികളുണ്ടെങ്കിൽ അവരിൽ നിന്ന് യാതൊരു പാർഷ്യാലിറ്റി കാണിക്കില്ല. അല്ല, എല്ലാവരും ഒരേപോലെയാണ്. അതേപോലെ തന്നെ എല്ലാവരും ഒരേപോലെ ഡിസേർവിങ് ആണ്, വേർതിയാണ്. ഓക്കെ, അപ്പോൾ എനിക്ക് ഇത്ര സാലറിയേ ഉള്ളൂ, അതുകൊണ്ട് എൻ്റെ ആഗ്രഹങ്ങൾ, എൻ്റെ ആവശ്യങ്ങൾ ഞാൻ കൺസ്ട്രെയിൻ ചെയ്ത് വയ്ക്കണം, എനിക്കത് ആഗ്രഹിക്കാൻ പാടില്ല, എനിക്ക് നല്ലൊരു ഡിന്നറിന് പോകാൻ പാടില്ല. അതൊക്കെ നമ്മുടെ മനസ്സിലുണ്ടാക്കുന്ന നമ്മുടെ കൊച്ചു കൊച്ചു ചിന്തകളും സ്റ്റോറീസുമാണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കുക. മറ്റാരെക്കാട്ടിലും ഇമ്പോർട്ടൻസ് നിങ്ങളിൽ കൊടുക്കുന്നത് ഡയറക്റ്റ്ലി ദൈവത്തിനോട് പറയുകയാണ്. ദൈവത്തിൻ്റെ ക്രിയേഷനെ നമ്മൾ വാല്യൂ ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ ഈ പ്രാക്ടീസസ് നിങ്ങൾ ചെയ്യുന്നുള്ള ഉറപ്പുള്ളവർ കമൻറ്റ് ബോക്സിൽ സെൽഫ് ലവ് എന്ന് എഴുതുക. വളരെ ഇഫക്റ്റീവായിട്ടുള്ള ടെക്നിക്കാണ്. സോ പ്ലീസ് ഷെയർ ദിസ് വിത്ത് യുവർ ഫ്രണ്ട്സ്. ഇത് എല്ലാവരുടെയും കോൺഫിഡൻസ് ബൂസ്റ്റ് ചെയ്യാൻ വളരെയധികം ഉപകരിക്കുന്നതാണ്. അപ്പോൾ നിങ്ങൾ ആരും ഒന്നിനും ചെറുതായി കാണണ്ട. നിങ്ങളെല്ലാവരും എഫിഷ്യൻ്റാണ്. എല്ലാവർക്കും ഡ്രീം ചെയ്യാനുള്ള അവകാശമുണ്ട്, ഗോൾസ് സെറ്റ് ചെയ്യാനുള്ള അവകാശമുണ്ട്. അതിനായി നിങ്ങൾ പ്രവർത്തിക്കുക. നിങ്ങളുടെ ഓരോ ദിവസവും വളരെ മനോഹരമായി സുന്ദരമായിട്ട് നിങ്ങൾ സ്പെൻഡ് ചെയ്യുക.
അതായിരിക്കും നമ്മൾ ദൈവത്തിനോട് കൊടുക്കുന്ന ഏറ്റവും വലിയ ഗിഫ്റ്റ്. ഓക്കെ, വെറുതെ പരാതികളും എക്സ്ക്യൂസസും പരിഭവങ്ങളും പറഞ്ഞുകൊണ്ടിരിക്കാതെ നല്ല നല്ല കാര്യങ്ങൾ സംസാരിക്കുക, പോസിറ്റിവിറ്റി സ്പ്രെഡ് ചെയ്യുക, എല്ലാവർക്കും സന്തോഷം നൽകുക. മോസ്റ്റ് ഇമ്പോർട്ടൻ്റ്ലി നിങ്ങളെ സന്തോഷമാക്കി വയ്ക്കുക. ഓക്കെ, ഹാപ്പിനെസ്സിനെ കുറിച്ച് ഞാൻ കുറേ വീഡിയോസ് ചെയ്തിട്ടുണ്ട്, അത് കാണാത്തവർ അതിൽ പോയി കാണുക. ആൻഡ് ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ എൻ്റെ വീഡിയോ കാണുന്നവർ പ്ലീസ് സബ്സ്ക്രൈബ് ആൻഡ് പ്ലീസ് കോമെൻറ്റ് സെൽഫ് ലവ്. ഓക്കെ, ഇതുപോലെ നല്ല നല്ല വീഡിയോ ആയിട്ട് ഇനി ഞാൻ നിങ്ങളുടെ മുന്നിൽ വരുന്നതാണ്. ടിൽ ദെൻ ബൈ, ടേക്ക് കെയർ.